ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ കടിയായിട്ട് എടുക്കുന്നത് ഇതാണ് കേട്ടോ, പരിപ്പോടെയാണ്. അപ്പൊ അതിന് വേണ്ടി കുറഞ്ഞ 3-4 പച്ചമുളകും കുറച്ചുള്ളിയും കുറച്ച് പുതിന മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ഒന്ന് അരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അപ്പൊ അതും ദോശ പിന്നെ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പ്ലാനിങ്ങിലൊക്കെ കൂടിയാണ് പോണത്. അപ്പൊ വേഗം തന്നെ ഞാൻ പരിപ്പൊടൊക്കെ ഒന്ന് അടിച്ച് സെറ്റ് ആക്കി വെക്കണേണ്. അപ്പൊ രാവിലെ അത്താഴത്തിന് എണീറ്റപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പരിപ്പ് നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത ഉള്ളിയും പച്ചമുളകും വേപ്പില കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്താണ് കേട്ടോ. കുറച്ച് പരിപ്പ് അടിക്കാതെ ഇങ്ങനെ ചേർത്ത് അപ്പോൾ നല്ല മുരുവരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സോഡ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇത് നമ്മളൊരു വൈകിട്ടാകുമ്പോഴൊക്കെ പൊരിക്കുള്ളൂ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം അലക്കിട്ടോ. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതവിടെ വെച്ചു. പിന്നെ ഞാൻ ക്ലാസ്സിലൊക്കെ പോയി വന്നതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ പരിപ്പോടെ പൊരിക്കുകയാണ്. അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ദോശ വേണ്ട, അങ്ങനെ പിന്നീട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി ദോശയുടെ പൊടിയൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ ഇനി കുറച്ച് മുട്ടക്കറി കൂടി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ബാങ്ക് വെക്കാൻ നേരായി, എല്ലാം എടുത്തു വെച്ചു. ഒരുപാട് വിഭവസം ഒന്നുമില്ല, എന്നാൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോമ്പ് തുറന്നു. ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും പരിപ്പുവടയൊക്കെ ആയിട്ട് നമ്മൾ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ നന്നായിട്ടുണ്ടായിരുന്നു ഈ ഈ കൊല്ലത്തെ 2ാമത്തെ നോമ്പും. അത് കഴിഞ്ഞ് ഈശ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്ക വന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ അച്ചാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ ഇതുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.